അവിടെ CPO സമരത്തിൽ രക്തം കൊണ്ട് പ്ലക്കാർഡുകൾ എഴുതുകയാണ് അവിടുത്തെ സമരക്കാർ, ഉദ്യോഗാർത്ഥികൾ. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള സമരമാർഗങ്ങളിലൂടെ സർക്കാരിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനായുള്ള സഹന സമരങ്ങളാണ് CPO വനിതാ ഉദ്യോഗാർത്ഥികൾ അവിടെ നടത്തുന്നത്. മീര മനോഹരൻ ചേരുന്നു വിവരങ്ങളുമായി. മീര, ഓരോ ദിവസവും സഹന സമരങ്ങളിൽ കൂടിയാണ് CPO ഉദ്യോഗാർത്ഥികൾ കടന്നു പോകുന്നത്. ഇപ്പോഴിതാ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവരെയും തന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തൊക്കെയാണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് സമരത്തിൽ? ലക്ഷ്മി, തികച്ചും വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, 13 ദിവസങ്ങളായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ സമരത്തിലാണ്. വ്യത്യസ്തമായ സമരമുറകളാണ് അവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. എന്നാൽ ഇന്ന് അത് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. കൈകളിൽ നിന്ന് രക്തം എടുത്ത് സേവ് വനിതാ CPO എന്ന പ്ലക്കാർഡിൽ ആ രക്തം കൊണ്ട് നിറച്ച് അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 13 ദിവസമായാണ് ഈ സമരം തുടരുന്നത്. ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ കുറഞ്ഞു വരികയാണ്. ഇനി 5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. 19-ാം തീയതിയാണ് അതിന്റെ കാലാവധി അവസാനിക്കുക. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ കടുപ്പിച്ച രീതിയിലേക്ക് സമരം നീങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഓരോരുത്തരായി വന്നിരുന്ന് കൈകളിൽ നിന്ന് രക്തമെടുത്ത് ആ പ്ലക്കാർഡിലേക്ക് എഴുതുക എന്ന രീതിയിലേക്കാണ് ഇന്നത്തെ സമരം അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എല്ലാവരും കറുപ്പ് വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് വിഷുവാണ്. എല്ലാവരും പുതിയ വർഷത്തെ കണിക്കൊന്നയും ഒക്കെ കണി കണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ അവസ്ഥ കാരണം കറുത്ത വസ്ത്രം ധരിച്ച് ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരത്തിലിരിക്കുകയാണ് ഇവർ. എന്തായാലും സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതുവരെയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിട്ടില്ല, യാതൊരു അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ഈ പുറത്തുവിട്ട നിലവിൽ 967ഓളം പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആ ലിസ്റ്റ് കാലാവധി കഴിയാൻ 5 ദിവസമാണുള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത് കാരണമാണ് കൂടുതൽ സമരമുറയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. നേരത്തെ നിരാഹാര സമരം ഉൾപ്പെടെ ഉണ്ടായിരുന്നു, അത് തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു സമരം ഈ ഒരു രീതിയിലേക്കും കൂടി കടക്കുന്നത്. നിലവിൽ സർക്കാരിന് 967 ഉദ്യോഗാർത്ഥികളായിരുന്നു ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 30% മാത്രമാണ് ഇപ്പോൾ നിയമനം നടത്തിയിട്ടുള്ളത്. 50% പോലും നിയമനം നടത്തിയിട്ടില്ല. ഇപ്പോൾ പ്രതിഷേധവുമായി മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് ഈ ഒരു സമരം കൂടുതൽ കടുപ്പിക്കുകയാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ലക്ഷ്മി, വിഷുദിനത്തിൽ അത്യന്തം സങ്കടകരമായ ഒരു സമരക്കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സാണ് ഇപ്പോൾ രക്തം കൊണ്ട് പ്ലക്കാർഡുകൾ എഴുതുന്നത്. മീര മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് അവിടെ നിന്ന്.